എൻ്റെ ബുദ്ധി സമർപ്പിച്ചിട്ട് എനിക്ക് കർമ്മമാണ് ജീവിതം എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. ഇവിടെ കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ആചാര അനുഷ്ഠാനങ്ങൾ, അത് തന്നെ ജീവിതം എന്നങ്ങോട്ട് കരുതി. എന്നിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിൽ ശാന്തിയും സമാധാനവുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ വിമലം ജ്ഞാനം ബ്രൂഹി, എനിക്ക് വിമലമായ ജ്ഞാനത്തെ പറഞ്ഞു തന്ന് ഈ വിഡ്ഢിയെ, ഈ മൂഢനെ അങ്ങ് സംസാരത്തിൽ നിന്നും ഉയർത്തണമെന്ന്. അപ്പോൾ നോക്കൂ, ഭാഗവതത്തിന് വളരെ സ്പഷ്ടമായി പറഞ്ഞു തരാനുള്ളത് കേവലം അന്ധമായ ആചാര അനുഷ്ഠാനങ്ങളെ കൊണ്ട് മനസ്സിനെ ഉയർത്താൻ സാധ്യമല്ല. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കൂ. പറയും, കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമദവാദാനം ജ്ഞാനവിഹീന സർവമധേന മുക്തിം ഭജദിന ജന്മശതേന ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗംഗയിൽ പോയി നിങ്ങൾ 1000 തവണ കുളിച്ചാലും, നിങ്ങൾ എത്ര കാലം എത്ര ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്താലും ജ്ഞാനവിഹീന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. അപ്പം മനസ്സിനെ ഉയർത്തണമെങ്കിൽ എങ്ങോട്ടാണ് മനസ്സിനെ ഉയർത്തേണ്ടത്, എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അറിവില്ലാതെ നാം എന്ത് ചെയ്താലും അത് നമ്മളെ അന്ധതയിലേക്ക് നയിക്കുക എന്നല്ലാതെ ഉയർത്തില്ല എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് പ്രാചീന ബർഹിസിൻ്റെ കഥയിലൂടെ നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു തരികയാണ്. നാരദ മഹർഷി അത് കേട്ട് ആ മഹർഷി രാജാവിനോട് പറയാണ്, ശ്രീനാരദ ഉവാചം ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യതയാധരേ സപ്ഞാഭിതാൻ ജീവസംഗാൻ നിർഗണ്ണേന സഹസ്രശ ഏതേതാം സംപ്രതീക്ഷന്തേ സ്മരന്തോ വൈശസം തവ സംഭരേതമയേക്മയക്കൂടേ ചിദ്യന്ത്യുത്തിതമന്യവാം. ഏ രാജൻ, ഭോ ഭോ രാജൻ, ഹേ രാജൻ, അങ്ങ് എന്നെ ഒന്ന് തൊട്ടോളൂ എന്നാണ്. തൊട്ടോളൂ എന്നുള്ളതൊരു ഇംപ്ലൈഡ് ആയിട്ട് പറയുകയാണ്. അങ്ങേക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എന്താണത്? സപ്ഞാഭിതവാൻ പശൂൻ ത്വയാധരേ, അങ്ങ് യാഗത്തിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ യാഗങ്ങൾക്ക് ക്ഷത്രിയന്മാർ ചെയ്യുന്ന യാഗത്തിൽ പശൂൻ, പശു എന്ന് പറഞ്ഞാൽ ആടുകളെ, സപ്ഞാഭിതവാൻ അവരെ കൊല്ലും എന്ന് പറയാണ്. എങ്ങനെ കൊല്ലുന്നത് അറിയോ? ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊല്ലും, കത്തി ഉപയോഗിക്കില്ല. ആടിൻ്റെ അല്പം മാംസം ഹോമത്തിന് ഉപയോഗിക്കണം അന്നത്തെ കാലഘട്ടത്തിലെ യാഗത്തിൽ. അതുകൊണ്ട് അങ്ങനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അങ്ങ് ആയിരക്കണക്കിന് സഹസ്രശ ജീവസംഗാൻ നിർഘണേന ക്രൂരമായി അങ്ങ് കൊന്നിട്ടുണ്ട്. ഇപ്പം അവരൊക്കെ എന്ത് ചെയ്യണു? സംപ്രതീക്ഷന്തേ, പ്രതീക്ഷന്തേ, അങ്ങേ പ്രതീക്ഷിച്ചിരിക്കണം. എന്നിട്ടോ എന്തിനു വേണ്ടിയിട്ട്? സ്മരന്തോ വൈശസം തവ, അങ്ങ് ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങേ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? സംഭരേതമയേ കൂടെ ചിദ്യന്തി ഉത്തിതമന്യവ, അങ്ങേ കീറി പിളർന്നുകൊണ്ട് പ്രതികാരം കാണിക്കാൻ. രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കണ്ട, മനസ്സിലായില്ലേ? നാം ചെയ്യുന്നതൊക്കെ തിരിച്ച് നമുക്ക് തന്നെ വരുന്നുള്ള കാര്യത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. രാജാവിന് കാണിച്ചു കൊടുത്തു കുറേ എണ്ണം അങ്ങനെ കാത്തിരിക്കുന്നത്. എന്തിനാ അവരൊക്കെ കാത്തിരിക്കുന്നത്? ശരിയാക്കി തരാൻ വേണ്ടിയിട്ടാ. എന്തിനാ ശരിയാക്കി തരുന്നത്? ഇവിടെ ശരിയാക്കിയോണ്ടാ. അങ്ങനെയൊക്കെയാണ് ഈ ലോകജീവിതം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടതും അയാൾ ബോധം കെട്ട് വീണു. ഇതൊക്കെ ഇവിടം കൊണ്ട് ശരിയാവൊക്കെ ദൈവം നോക്കുന്നാണ് വിചാരിച്ചത്. അങ്ങനെയൊന്നും ഒരു ദൈവത്തിനും നോക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ പ്രകൃതി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് മനസ്സിലായതും നാരദ മഹർഷിയുടെ പാദത്തിൽ വീണുകൊണ്ട് പറഞ്ഞു, അവരുടെ ഒന്ന് രക്ഷപ്പെടുത്തണം മഹർഷിയെന്ന്. അപ്പോൾ നാരദ മഹർഷി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് പുരഞ്ജനോപാഖ്യാനം എന്ന കഥ. എന്താ കഥ? അത്രതേ കഥയിഷ്യേമം ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധ ഗതദോ മമ. അങ്ങക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ആരുടെ കഥ? പുരഞ്ജനന്റെ കഥ എന്ന് പറയാം. ആരാണ്? ആസിൽ പുരഞ്ജനോ നാമ രാജാരാജൻ ബൃഹസ്രവ. പണ്ട് പുരഞ്ജനൻ എന്ന് പറയുന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. തസ്യ അവിജ്ഞാതനാമാസിൽ സഖാവിജ്ഞാത ജ്യേഷ്ഠിത. അദ്ദേഹത്തിന് ഒരു അവിജ്ഞാതനായ, അവിജ്ഞാതം എന്ന് പറഞ്ഞാൽ തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അയാൾക്ക്
അറിയില്ല. തനിക്കറിയാത്തൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. ആർക്ക്? പുരഞ്ജനന്. അങ്ങനെയാണ് അദ്ദേഹം. ഈ പുരഞ്ജനൻ എന്ത് ചെയ്തത്രേ? അന്വേഷമാണ് പൃഥിവിം പ്രഭു. ഭൂമിയിൽ മുഴുവൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എന്താ അന്വേഷിച്ച് നടക്കണത്? പുരം, അദ്ദേഹത്തിന് പറ്റിയൊരു സ്ഥലം കിട്ടണം. എന്നിട്ടോ അനുരൂപം, അദ്ദേഹത്തിന് അനുയോജ്യമായതൊന്നും കിട്ടിയില്ല. ഇന്നൊരു ദിവസം താമസിക്കും, ചിലപ്പോൾ അവിടെ 2 ദിവസം താമസിക്കും. ഇത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ദിക്കിൽ പോവും. അങ്ങനെ സ്ഥലം അന്വേഷിച്ച് അവസാനം എന്തിനു പറയണു? സ ഏകദാ ഹിമവതോ ദക്ഷിണേശതസാനുഷു ദദശ നവബിർദ്വാബീപുരം ലക്ഷിതലക്ഷണം. അദ്ദേഹം അന്വേഷിച്ച് ഹിമാലയത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത്, അദ്ദേഹത്തിന് ഭാരതമാണ്, ഈ ഭാരതത്തിനെയാണ് ദക്ഷിണ ഭാഗം എന്ന് പറയുന്നത്, ഹിമാലയത്തിൻ്റെ അപ്രകാരമുള്ളൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. നവബിർദ്വാബി, 9 ഗോപുരങ്ങളുള്ള, വാതിലുകളുള്ള ഒരു വലിയ കൊട്ടാരം കാണാൻ സാധിച്ചു. എന്നിട്ടോ പിന്നീട് അതിൻ്റെ വർണ്ണന പറയാണ്. പ്രാകാരോ ഭവനാട്ടാലപ്പരികേ യക്ഷതോരണേ സ്വർണ്ണരൗപ്യായസേ ശൃംഗേ സംകുലം സർവ്വതോ ഗൃഹേ. എന്തൊരു ഗംഭീരമായൊരു കൊട്ടാരം! എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ ഇത് സാധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രത്നങ്ങളുണ്ട്, അതുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുണ്ട്, കുളമുണ്ട്, അത് അല്ലെങ്കിൽ എന്താണ് എക്സസൈസിന് പറ്റിയ ജിമ്മൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ട്, പിന്നെ ഷോപ്പിംഗ് ഉണ്ട്, അതുണ്ട്, തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കൊട്ടാരം. എത്ര വാതിലുകൾ! അതാണ് പ്രത്യേകത തന്നെ, 9 വാതിലുകൾ. അങ്ങനെ അദ്ദേഹം അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കിടക്കുകയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വളരെ മനോഹരമായിരിക്കുന്ന ചുറ്റും കിടങ്ങുകളും ഗോപുരങ്ങളൊക്കെ ഉള്ള കൊട്ടാരത്തിലേക്ക് കടന്നപ്പോൾ എതിർച്ചയാഗതം തത്ര ദദർശ പ്രമദോത്തമം വൃത്തേ ദശവിരാത്യാന്തി ഏകൈക ശതനായകൈ. അവിടെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അതീവ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി. അവളാണെങ്കിലോ അവൾക്ക് 10 ഭടന്മാരും ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും 11 ഭടന്മാരെന്ന്. 11 ഭടന്മാർ, ഇവിടെ 10 എന്ന് പറയും, പിന്നീട് 11. അങ്ങനെ 11 ഭടന്മാരുമായിട്ട് അവൾ കുറേ അവളുടെ തോഴിമാരൊക്കെ ആയിട്ട് അവൾ അവിടെ നിൽക്കണു. ഇനി അത് മാത്രമാണോ? അല്ല. പഞ്ചശീർഷാഹിനാഗുപ്തം പ്രതിഹാരേണ സർവദ അന്വേഷമാണം ഋഷഭ അപ്രൗഢം കാമരൂപിണി. അങ്ങനെ മറ്റൊരും കൂടി കണ്ടു. എന്താണത്? പഞ്ചശീർഷ അഹി. അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്. 5 തലയുള്ളൊരു പാമ്പിനെയും കണ്ടു. 5 തലയുള്ള പാമ്പോ അല്ലെങ്കിൽ 5 പാമ്പുകളോ അങ്ങനെയൊക്കെ അർത്ഥമെടുത്തോളൂ. ഏതായാലും അവരും കൂടെ ഉണ്ട്. ആ പാമ്പും ഒക്കെ ഉണ്ട്. അപ്രകാരമുള്ള ഒരു കൊട്ടാരവും ആ കൊട്ടാരത്തിൽ സുന്ദരിയായിട്ടുള്ള ഒരു തീം കാണാൻ സാധിച്ചു എന്നാണ്. എന്നിട്ടോ അങ്ങനെയൊക്കെ കണ്ട സമയത്ത് അയാൾ നോക്കുന്നതോ സുനാസം സുതതിം ഭാലം സുഖപോലം വരാനനം സമവിന്യസ്തകർണാഭ്യം ബിഭ്രതിം കുണ്ടലശ്രിയം. സുനാസം, അവളുടെ നാസം എന്ന് പറഞ്ഞാൽ നല്ല മൂക്കുള്ളവൾ. സുദതി, അവൾ എങ്ങനെയാവോ നാരദ മഹർഷി വായ പൊളിച്ച് നോക്കിയത്? അവൾക്ക് നല്ല പല്ലുണ്ടായിരുന്നു. സുഖപോലാം വരാനനം, വളരെ അവളുടെ കവിൾത്തടങ്ങളൊക്കെ നല്ല സുന്ദരമാണ്. കർണാഭ്യാം, അവളുടെ കർണത്തിൽ തൂക്കിയിരിക്കുന്ന ആ കുണ്ടലങ്ങളെ കൊണ്ട് നല്ല ശോഭിക്കുന്നുണ്ട്. കുണ്ടലശ്രിയം പിശങ്ക നീവിം ശുശ്രോണിയും. പിന്നെ അവളുടെ കമ്മലുകൾ, അവളുടെ ശ്യാമാം കനകമേഖലാം പദ്യാം കുണഭ്യാം, അവളുടെ അരഞ്ഞാണം, അവളുടെ കാലിലുള്ള പാതുകങ്ങൾ. നാരദ മഹർഷി പെണ്ണ് കാണാൻ പോയതുപോലെയാണ് കാണുന്നത്. പല്ല് വരെ നോക്കിയിട്ടുണ്ട് സുദതിയും. അത്ഭുതമാണ്. ഏതായാലും അപ്രകാരമുള്ള അവളെ കണ്ടതും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം അവളിലേക്കൊരു ആകർഷണം വന്നു. ഒരു കാമ ചിന്തകളൊക്കെ അവളുടെ ഉള്ളിലേക്ക് വന്നു. അവളുടെ അടുത്ത് ചെന്നിട്ട് പ്രേമോൽഭ്രമൽഭ്രുവ, തൻ്റെ മനസ്സിൽ പ്രേമം നിറഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്. കാത്തും കഞ്ചബലാശാക്ഷി കസ്യാസീഹ കുതസ്സതി ഇമാമുപരിം ഭീരു കിം ജിഗീഷസി സംശമേ കയേതേന വദായേതാം ഏകാദശ മഹാഭടാ ഏതാവാലനാ സുഭ്രു കോയം തേഹി പുരസ്സര. കാത്തും കഞ്ചബലാശാക്ഷി, ഹേ സുന്ദരി, കസ്യ അസി, നീ ആരാണ്? ഇവിടെ എങ്ങനെ വന്നു? കുതൈഹ, എങ്ങനെ നീ ഇവിടെ എത്തിച്ചേർന്നു? ഇമാ പുരിം, ഇതാരുടെ പുരിയാണ്? ഏ സുന്ദരി, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരൂ. പിന്നെ ചോദിക്കുകയാണ്, നിനക്ക് ഏകാദശ മഹാഭട, എത്ര പേര്? 11 ഭടന്മാർ. ഇവരാരാണ്? ഇവരൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് നിന്നെ കണ്ടതും എന്ത് പറ്റി? വളരെ നിന്നോട് ആകർഷണം തോന്നി. ത്വം ഹ്രീ ഭവാൻ അസ്യ
വാഗ്രമാപതിം വിജുന്നതിക്കും മുനിവൽ രഹോവനെ ത്വദംഗ്രി കാമാപ്ത സമസ്തകാമം കപത്മകോശ പതിതക്കരാഗ്രാൽ. നോക്കൂ, എന്നെ കണ്ടതും എൻ്റെ മനസ്സിൽ നിന്നോടൊരു ആകർഷണം തോന്നി, നിന്നെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. നീ ആരാണ്, എന്താണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഇത് പറഞ്ഞതും ആ പെൺകുട്ടി രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നാരദര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തം പുരഞ്ചനം നാരി യാജമാനമധീരവൽ അഭ്യനന്ദതം വീരം അസന്ധി വീരമോഹിതാം. ആ രാജാവിനെ നോക്കിക്കൊണ്ട് ആ സുന്ദരി ഇങ്ങനെ പറഞ്ഞു അത്രേ, ന വിധാമവയം സമ്യൽ കർത്താരം പുരുഷശബാം ആത്മനസ്സപരസ്യാപി ഗോത്രം നാമജയൽകൃതം ഇഹാദ്യ സന്തമാത്മാനം വിധാമര തതൽപരം ഏനേകം നിർമ്മിതാ വീരാം പുരീ ശരണമാത്മനാം. സത്യം പറയാലോ രാജൻ, എനിക്കറിയില്ല. ന വിധാമവയം, ഞാൻ ആരുടെ പുത്രിയാണ്, എന്തുകൊണ്ട് ഇവിടെ വന്നു, ഇതൊന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരത്തെക്കുറിച്ചും എനിക്കൊന്നും അറിയില്ല. ആത്മനശ്ച പരസ്യാപി ഗോത്രം, ഇതൊന്നും സത്യം പറഞ്ഞാൽ ന വിധാമ, എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു. ന വിധാമ തതപ്പരം, ഇതിലപ്പുറമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം. എന്താണത്? ഇവരൊക്കെ ഉണ്ടല്ലോ, ഏതേ സഖായ സഖ്യോ മേ നരാനാര്യശ്ചമാനതാം സുപ്തായം മൈ ജാഗർത്തി നാഗോയം പാലയൻ പുരിം. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, ഈ 11 പേര്. പിന്നെ ഈ സഖിമാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇനി ഞാൻ ഉറങ്ങുന്ന സമയത്ത് നാഗ പാലയ പുരിം, ഈ പാമ്പ് പുരിയെ പാലിക്കുന്നു. ഏത് പാമ്പ്? നേരത്തെ ഒരു പാമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 5 തലയുള്ള പാമ്പ്. ഈ പുരി പാലിക്കുന്നു. ഇനി സത്യം പറയാനല്ലോ രാജൻ, അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും ഒരാഗ്രഹം തോന്നി. എന്താണത്? കാനാമവീര വിഖ്യാതം വധാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശേ ത്വാദൃശം പതിം. എന്നെപ്പോലുള്ളൊരു സുന്ദരി അങ്ങയെപ്പോലുള്ളൊരു സുന്ദരനെ മോഹിച്ചു പോവില്ലേ? ഞാൻ സുന്ദരിയും അങ്ങ് സുന്ദരനും, അങ്ങനെ സുന്ദരി ഞാനും നിങ്ങളും കൂടി ചേർന്നാൽ അപ്പം നമുക്ക് തിരുവോണം ആഘോഷിച്ചുകൂടെ? അതുകൊണ്ട് അങ്ങ് എൻ്റെ കുലവും ഗോത്രവും എന്ന് ചോദിച്ച് സമയം കളയണ്ട, നമുക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. വളരെ ധന്യമായിട്ടുള്ളൊരു വിവാഹം. രജിസ്റ്റർ മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതിദൗ ദമ്പതി തത്ര സമുദ്യ സമയം മിതാ താം പ്രവിശ്യപുരം രാജൻ മുമുദായേ ശതം സമാം. അങ്ങനെ അവർ 2 പേര് വിവാഹമൊക്കെ കഴിച്ച് സപ്തോപരി കൃതാധ്വാരപ്രസ്തസ്യാസുദേയതാം പൃഥക് വിഷയ ഗത്യർത്ഥം തസ്യാം യ കശ്ചനേശ്വര. ഈ കൊട്ടാരത്തിൽ 9 ഗോപുരങ്ങളുണ്ടായെന്ന് പറഞ്ഞു. ഈ 9 ഗോപുരങ്ങളിലും ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ പുരഞ്ജനിയുമായി ചേർന്ന് ജീവിതത്തെ നയിച്ചതെന്ന് പറയാണ്. അതിങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ക്രമേണ എന്ത് സംഭവിച്ചു ജീവിതത്തിൽ? ഏവം കർമ്മസു സംസക്ത കാമാത്മാ വഞ്ചിതോ ബുധ മഹിഷീയൽ യദീഹേത തത്തദേവാന്വർത്തതാം. ക്രമേണ ഈ ഭാര്യയോടൊത്തുള്ള ജീവിതം കൊണ്ട് ആ ആസക്തി വന്ന് കാമാത്മാ, ഇയാളൊരു മറ്റുള്ളവരോട് അറ്റാച്ച്മെൻ്റുള്ള ഒരു കാമാത്മാവായി വഞ്ചിതനായി തീർന്നു. ഇയാളുടെ ജീവിതം എങ്ങനെയാണ്? കൊജിൽ പിബന്ധ്യാം പിബതി, ഭാര്യ പിബന്ധ്യ എന്ന് പറഞ്ഞാൽ മദ്യപിക്കും. ഭാര്യയ്ക്ക് ലേശം കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. രാജകുമാരി ആയതുകൊണ്ടാണോ അറിയില്ല, അതുപോലെ മിലിറ്ററിക്കാരൻ്റെ മകളായതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ലേശം കഴിക്കുന്ന സ്വഭാവം ഭാര്യയ്ക്കുണ്ട്. അവൾ കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവായിരിക്കുന്ന പുരഞ്ജനനും പിബതി, മദിരയാണ് കഴിക്കുന്നത്. അസ്നന്ത്യാം, ഭാര്യ വല്ലതും കഴിച്ചാൽ അദ്ദേഹം കഴിക്കും. അങ്ങനെ ജക്ഷതി, ഭാര്യ ഗായന്ത്യാം, ഭാര്യ പാടിയാൽ ഭർത്താവും പാടും. ഇങ്ങനെയുള്ള ഭർത്താവാണ് അദ്ദേഹം. അച്ചടക്കമുള്ള ഭർത്താവായിരുന്നു എന്ന് വെച്ചാൽ നല്ലവണ്ണം അടക്കം അയാൾക്കുണ്ടായിരുന്നു പറയുകയാണ്. ഇപ്രകാരം രുദതി, നല്ലവണ്ണം അവൾ കരഞ്ഞു കഴിഞ്ഞാൽ ഇയാളും ഇവരും കരയും. പിന്നെയോ ഹസന്ത്യാം ഹസതി, ജൽപ്പതി, ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ. കൊജിത് ധാവന്ത്യാം, ഭാര്യ ഓടിയാൽ പുറകിൽ ഇയാൾ ഓടും. ഇങ്ങനെയൊക്കെ എന്തിനു പറയണോ, ഇദ്ദേഹം ഭാര്യയുടെ ഒരു ആശ്രിതനായിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ടോ അതിനുശേഷം അങ്ങനെ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് സ ഏകദാ മഹേശ്വാസു
രഥം പഞ്ചാസ്യമാശുകം ദിശം ദ്വിചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം. ഒരിക്കൽ ഇദ്ദേഹം തൻ്റെ രഥവുമെടുത്ത് 5 അശ്വങ്ങളുള്ള രഥവുമെടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. എങ്ങോട്ടാ പോയത്? ഏകാദശമൂനാഥ പഞ്ചപ്രസ്ഥമഖൽവനം. രാജാവ് വനത്തിൽ മൃഗയാ വിനോദത്തിന് പോയി. ആരെ കൊണ്ടുപോയില്ല? ഭാര്യയെ കൊണ്ടുപോയില്ല. അങ്ങനെ മൃഗയാ വിനോദമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തളർന്ന് പരവശനായി. അങ്ങനെ പരവശനായിട്ട് വരുന്ന സമയത്ത് തതക്ഷുത്രിപരിശാന്തോ നിവൃത്തോ ഗൃഹമീയവൻ കൃതസ്നാദോചിതാഹാര സംവിവേശകതക്ലമ. വളരെ ക്ഷീണിച്ച് പരവശനായി തൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞു. തോഴിമാരെ ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത്, മഹിഷ്യാമാതതേ, എൻ്റെ ഭാര്യ എവിടെ പോയി? ഭാര്യ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പം അന്ന് ഭക്ഷണം കൊടുക്കാൻ ആര് വേണ്ട? ഭാര്യയുടെ ആവശ്യമില്ല, തോഴിമാരൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം ഭാര്യയോട് ഓർമ്മ വന്നപ്പം എവിടെ പോയി എൻ്റെ ഭാര്യ? അവിടുന്ന് അന്തഃപുര സ്ത്രീകളോട് ചോദിച്ചു. അന്തഃപുര സ്ത്രീയോ അപൃച്ഛൽ വിമനായിവ വേദിഷൽ അഭിവക്കുശലം രാമാശ്വേശരീണം യഥാപുര. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു അങ്ങയുടെ ഭാര്യയെക്കുറിച്ച്, രാജ്ഞിയെക്കുറിച്ച്. പാവം നോക്കൂ, അടുത്ത മുറിയിൽ പോയി നോക്കൂ, അങ്ങയുടെ ബെഡ്റൂമിൽ പോയി നോക്കൂ. അവിടെ പോയപ്പോൾ കാണുന്നതോ ന തദൈതർഹിരോചന്തേ ഗൃഹേഷു ഗൃഹസംവദ ഇതിനസ്യാൽ ഗൃഹേ മാതാ പത്നി വാ പതിദേവതാം. അപ്പം അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഭൂതലേ നിരവസ്ഥാരേ ശയാനം പശ്യ ശത്രുഘൻ. പോയി കാണൂ അങ്ങയുടെ പത്നി അവിടെ കിടക്കുന്നതെന്ന് പോയി നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ കാണുന്നത് പുരഞ്ജന സ്വമഹിഷം നിരീക്ഷ്യാവതു വധുതാംഭുവി തത്സംഗോ മതിജ്ഞാനോ വൈക്ലഭ്യം പരമം യയു. തൻ്റെ ശരീരവും മനസ്സൊക്കെ തളർന്ന് കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊക്കെ വരുന്നത് പോലെയാണ് ആ ഭാര്യ കിടക്കുന്നത്. വേഗം ആ ഭാര്യയുടെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് പസ്പശ്ചപാദയുഗളം ആഹച ഉത്സംഗലാളിതം. പുരഞ്ജനൻ തൻ്റെ ഭാര്യയുടെ തല മടിയിൽ വെച്ചുകൊണ്ട് തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, നൂനം ത്വത്കൃത പുണ്യാസ്തേ ഭൃത്യായേശീശ്വരാശുഭേ കൃതാകസ്വാത്മസൽകൃത്വാ ശിക്ഷാദണ്ഡം നയുഞ്ചതേ. ആരാണ് ദേവി ഇങ്ങനെ വേദനിപ്പിച്ചത്? ആരാണ് ദേവി ഇങ്ങനെ അസ്വാസ്ഥ്യപ്പെടുത്തിയത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ഭാര്യ കരഞ്ഞാൽ ഇയാളും കരയും. ഇയാളും കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സാത്വം മുഖം സുതതി സുബ്രനുരാഗഭാരവ്രീഡ വിളംബിത വിലസദ്ധിതാവലോകം നിലാളകാളീഭിരുവസ്കൃത മുന്നസം സ്വാനം പ്രദശ്യ മനസി വൽഗുവാക്യം. ദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള മുഖം എന്നെ കാണിക്കരുത്. ആ ദേവിയുടെ വളരെ വിശാലമായ പുഞ്ചിരിക്കുന്ന വളരെ സന്തോഷം തരുന്ന സ്വാനാം പ്രദർശ മനസ്സിനെ അതൊന്ന് എനിക്ക് കാണിച്ചു തരൂ. അപ്പോൾ രാജാവ് പത്നിയുടെ തല തൻ്റെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് ദേവിയുടെ മുഖമൊക്കെ ഒന്ന് ദുഃഖമൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നോക്കാൻ പറയുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ എന്നെ വേദനിപ്പിക്കണമെന്ന്? ആരാണ് ദേവിയെ വേദനിപ്പിച്ചത്? എന്തിനാണ് വേദനിപ്പിച്ചത്? പ്രസീത എന്നെ പ്രസാദം ചെയ്യൂന്ന്. അപ്പം രാജാവിന് നല്ലോണം ഭാര്യയോട് എന്തുണ്ടായിരുന്നു? ഇന്നാണെങ്കിൽ അങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യുമോ? ഭാര്യ അങ്ങനെ തലവേദന പിടിച്ച് കടന്നു കണ്ടിച്ചാൽ ഭർത്താവ് പറയും, വേണമെങ്കിൽ ഗുളികെടുത്ത് കഴിച്ചു പറയും. കൊഞ്ചിക്കാനും ലാളിക്കാനൊന്നും പാർക്കും സമയമില്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഇനി ഭാര്യയുടെ അടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ. എന്നാൽ ഈ പുരഞ്ജനൻ പാവം തലയൊക്കെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് ആ ഭാര്യയോട് പറഞ്ഞു, ദേവി ഇങ്ങനെ ദുഃഖമുള്ള മുഖം എന്നെ കാണിക്കരുത്, സന്തോഷമുള്ള മുഖം എന്നെ കാണിക്കൂ. എന്താ ദേവി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ 27-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ആ ദേവിയുടെ മുഖമൊക്കെ മാറി. ഇത്തം പുരഞ്ജനം സദ്രിൽ അശ്വമാനീയ വിഭ്രമൈ പുരഞ്ജനി മഹാരാജ രേമേ രമയദീപതിം സരാജാ മഹിഷിം രാജൻ സുസ്നാദം രുചിരാനനാം കൃതസ്വസ്തേനം തൃപ്തം അഭ്യനന്ദൽ ദുപാഗതം. ആ രാജാവ് ആ ദേവിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു